ഏറ്റവും കൂടുതൽ ലോകത്ത് എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് കെയർ. ബാക്കി ഏത് കമ്പയർ ചെയ്യുന്ന സമയത്തും സ്റ്റേബിൾ ആയിട്ടുള്ളതും ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയും കൂടിയാണ് ഹെൽത്ത് കെയർ എന്നുള്ളത്. ഏത് സിറ്റുവേഷനും ഏറ്റവും വേണ്ട ഒരു മനുഷ്യന് വേണ്ടത് ഒന്ന് ഫുഡും അതുപോലെ തന്നെ ആരോഗ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും എപ്പോഴും കരിയറിലും അതിൻ്റെ സ്റ്റെബിലിറ്റി ഉണ്ടാവും, ഗ്രോത്തും ഉണ്ടാവും. വേറെ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് ഈ ഒരു മേഖലയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. പലപ്പോഴും വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഏറ്റവും വലിയ കൺസേൺ എന്നുള്ളത്, ഇപ്പോൾ ഞാനും ഇപ്പോൾ ഒരു 10 വർഷത്തോളം വർക്ക് ചെയ്തതാണ്. അപ്പോൾ എൻ്റെയും കൺസേൺ എന്നുള്ളത് സ്റ്റെബിലിറ്റിയാണ്, കരിയർ സ്റ്റെബിലിറ്റി എന്നത്. എപ്പോൾ വേണമെങ്കിലും എന്ത് എഫക്റ്റും വരാം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചലഞ്ച് അല്ലെങ്കിൽ കൺസേൺ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും എല്ലാവരും ആൾട്ടർനേറ്റ് ഓപ്ഷൻ നോക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ഓൾറെഡി ഹെൽത്ത് കെയറിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, ഏറ്റവും കൂടുതൽ ലോകത്ത് എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് കെയർ. ബാക്കി ഏത് കമ്പയർ ചെയ്യുന്ന സമയത്തും സ്റ്റേബിൾ ആയിട്ടുള്ളതും ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് ഹെൽത്ത് കെയർ എന്നുള്ളത്. ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും, ഇപ്പോൾ കൊറോണ വന്നു, അതേപോലെ തന്നെ ഫ്ലഡ് വന്നു, ഏത് സിറ്റുവേഷൻ ആണെങ്കിലും, ഇപ്പോൾ ഒരു വാർ വന്നു കഴിഞ്ഞാലും, എന്ത് തന്നെ സിറ്റുവേഷൻ ആണെങ്കിലും ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സിറ്റുവേഷനും ഏറ്റവും വേണ്ട ഒരു മനുഷ്യന് വേണ്ടത് ഒന്ന് ഫുഡും അതുപോലെ തന്നെ ആരോഗ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും എപ്പോഴും കരിയറിലും അതിൻ്റെ സ്റ്റെബിലിറ്റി ഉണ്ടാവും, ഗ്രോത്തും ഉണ്ടാവും. സോ നമുക്ക് എന്താ പറയുക, ഈ വേറെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, വേറെ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് ഈ ഒരു മേഖലയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു മാനേജർ ലെവലിൽ മറ്റൊരു കമ്പനികളിൽ, ഇപ്പോൾ IT ആയിക്കോട്ടെ, ഏത് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിലാണെങ്കിലും ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റിൽ അവരുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ MBA ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ കമ്പനീസിലോ വന്നിട്ട് സെയിം ഒരു റോളിലേക്ക് അവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് മാറാൻ പറ്റുന്നുണ്ടാവും. എന്തുകൊണ്ട് ആരോൺ MBA ഇൻ ഹെൽത്ത് കെയറിലേക്ക് ഫോക്കസ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ 9 വർഷമായിട്ട് നമ്മുടെ ആരോൺ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലാണ്. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോഡിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിരുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുണ്ട്, ഇൻ്റഗ്രേറ്റഡ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന ഹെൽത്ത് കെയർ കോഴ്സസിലാണ് നമ്മൾ സക്സസ്ഫുള്ളി കഴിഞ്ഞ 9 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ആസ് എ ഗ്രോയിങ് ഇൻഡസ്ട്രി, പാർട്ട് ഓഫ് എ ഗ്രോയിങ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് ലെവൽ, ഇപ്പോൾ ഈ പറഞ്ഞ ഡോക്ടേഴ്സിൻ്റെ ആണെങ്കിലും ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും അവരുടെ കരിയറിലാണെങ്കിലും നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കോഴ്സ് കൂടിയാണ് MBA ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഹെൽത്ത് കെയർ MBA കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും ഓൺലൈനായിട്ട് ഓരോരുത്തരുടെയും കൺവീനിയൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് വരുന്നത്. ലൈക്ക് LMS ആക്സസും, അതായത് റെക്കോർഡ് വീഡിയോസും എല്ലാ ഫെസിലിറ്റീസും യൂണിവേഴ്സിറ്റിൻ്റെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് NAC A++ അക്രഡിറ്റഡ് അല്ല, വിത്ത് ഇന്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ. ഇപ്പോൾ നാളെ ഇത് പഠിച്ച ഒരാൾക്ക് വേറെ പുറത്തേക്ക്, ഇപ്പോൾ എസ്പെഷ്യലി യൂറോപ്പിലേക്ക് ഒരുപാട് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡൗട്ട് ഉണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റ് പോയിന്റ്സ് ആണ് അവിടെ എല്ലാ സ്ഥലത്തും വരുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ പഠിക്കുന്ന സമയത്ത് ഈ ക്രെഡിറ്റ് പോയിന്റ്സ് ഒക്കെ കിട്ടുമോ, അതൊക്കെ ഏറ്റവും ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ഓൺലൈൻ MBA പഠിക്കുന്നതിലൂടെ തന്നെ ഇത് NAC A++ അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അവരുടെ ക്രെഡിറ്റ് സിസ്റ്റം എല്ലാം എന്താ പറയുക, റെഗുലറായിട്ട് പഠിക്കുന്നതിൻ്റെ അതേ ലെവലിൽ തന്നെ എല്ലാവർക്കും അവൈലബിൾ ആണ്.